രാജ്യത്ത് വികസനത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി കേന്ദ്ര സർക്കാർ ഉയർത്തിക്കാണിക്കുന്നത് ദേശീയ പാതകളാണ്. പുതിയ പാതകൾ, ആറുവരിപ്പാതകൾ, വലിയ പാലങ്ങൾ, മേൽപ്പാലങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ എല്ലാം കാണിച്ച് കേന്ദ്ര സർക്കാർ പറയുന്നത് ഒന്നാണ്, രാജ്യം മാറുകയാണെന്ന്. പക്ഷേ രാജ്യം മാറുന്നുണ്ടോ എന്നറിയാൻ വെറും ഉദ്ഘാടന വേദികളിലേക്ക് നോക്കിയാൽ പോരാ. പണി കഴിഞ്ഞ് ജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ റോഡിലേക്ക് ഇറങ്ങി നോക്കണം. അവിടെ ചില കാഴ്ചകൾ കാണാം. പണി കഴിഞ്ഞ് അധികം കാലം പിന്നിടും മുൻപേ പൊട്ടിപ്പൊളിയുന്ന റോഡുകൾ, മണ്ണിടിഞ്ഞ് താഴേക്ക് പോകുന്ന റോഡുകൾ, സംരക്ഷണ ഭിത്തികൾ തകരുന്ന സ്ഥലങ്ങൾ, റോഡിൽ വലിയ വിള്ളലുകൾ, പാതയ്ക്കടിയിലെ മണ്ണ് ഒലിച്ചുപോയി കുഴികൾ രൂപപ്പെടുന്ന സംഭവങ്ങൾ. ഇത് ഏതെങ്കിലും ചെറിയ ഗ്രാമ റോഡിന്റെ കഥയല്ല, രാജ്യത്തിന്റെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് കേന്ദ്രം. 5 വർഷത്തിനിടെ 17 സംസ്ഥാനങ്ങളിലെ 43 ദേശീയപാത പാലം പദ്ധതികളിൽ ഗുരുതര തകർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയതായി ലഭ്യമായ പാർലമെന്റ് രേഖയിൽ 2025-26 കാലയളവിലെ 19 ദേശീയപാത പദ്ധതികളിൽ ഗുരുതരമായ തകർച്ചകളും ഘടനാപരമായ തകരാറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും 11 പേർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ അറിയിച്ചു. ഔദ്യോഗിക രേഖയിൽ പശ്ചിമ ബംഗാളിലെ ദേശീയപാത 19-ലെ സംരക്ഷണ ഭിത്തി തകർച്ച, ഒഡീഷയിലെ പാലത്തിന്റെ രൂപകൽപ്പന പിഴവ്, അസമിലെ പാലത്തിന്റെ ഭാഗം തകർന്നുണ്ടായ മരണം തുടങ്ങിയ ഉദാഹരണങ്ങളും കാണാം. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ, രാജ്യത്ത് ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ, അത്യാധുനിക ദേശീയപാതകൾ, പുതിയ ഇന്ത്യയുടെ പുതിയ റോഡുകൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്ര സർക്കാർ നിരന്തരം പറയുന്ന വാക്കുകളാണിത്. പക്ഷേ ഈ അവകാശവാദങ്ങൾക്കിടയിൽ നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്. പണി പൂർത്തിയാക്കിയ പുതിയ ദേശീയപാതകൾ തകരുന്നു, പുതിയ പാലങ്ങളിൽ വിള്ളലുകൾ, പുതിയ മേൽപ്പാലങ്ങളിൽ ഘടനാപരമായ തകരാറുകൾ, പുതിയ റോഡുകളിൽ കുഴികൾ, പാതയുടെ സംരക്ഷണ ഭിത്തികൾ തകർന്നു വീഴുന്നു. ഇതൊരു സംസ്ഥാനത്തെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ദേശീയപാത പദ്ധതികളിൽ തകർച്ചകൾ സംഭവിക്കുന്നു എന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തന്നെ രേഖകളിലുണ്ട്. 36,230 കോടി ചെലവഴിച്ച് ഗംഗ എക്സ്പ്രസ് വേ അദാനി ഗ്രൂപ്പ് നിർമ്മിച്ച 464 കിലോമീറ്റർ ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ മഴയിൽ പാതയുടെ ഭാഗം തകർന്നു. 12,000 കോടിയുടെ ഡൽഹി ഡെറാഡൂൺ അതിവേഗ പാത ഉദ്ഘാടനം കഴിഞ്ഞ് വെറും 79 ദിവസത്തിനകം തകർന്നു. 14,850 കോടിയുടെ ബുന്ദേൽഖണ്ഡ് അതിവേഗ പാത ഉദ്ഘാടനം കഴിഞ്ഞ് വെറും 5-ാം ദിവസം തകർന്നു. 6,695 കോടിയുടെ മുംബൈ പൂനെ അതിവേഗ പാതയിലെ പുതിയ ഭാഗം ഉദ്ഘാടനം കഴിഞ്ഞ് വെറും 9 ആഴ്ചയ്ക്കുള്ളിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഭാഗികമായി അടച്ചിടേണ്ടി വന്നു. 11,000 കോടിയോളം ചിലവിട്ട കിഴക്കൻ അതിവേഗ പാത പരിപാലനത്തെക്കുറിച്ചും പരാതികൾ. ഇനി വിമാനത്താവളം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം 2025 ഒക്ടോബർ 8 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2026 ജൂണിൽ, അതായത് പ്രവർത്തനം തുടങ്ങി 6 മാസത്തിനുള്ളിൽ തന്നെ ടെർമിനലിലെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ചോരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്, ഇന്ധനത്തിന് നികുതി കൊടുക്കുന്നുണ്ട്, റോഡിനും യാത്രയ്ക്കും പണം കൊടുക്കുന്നുണ്ട്. പക്ഷെ കിട്ടുന്നത് എന്താണ്? പണി പൂർത്തിയാകുന്നതിന് മുൻപേ തകർച്ചയോ, ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾക്കകം കുഴികളോ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അടിസ്ഥാന സൗകര്യമോ. വികസനത്തിന്റെ പരസ്യം കാണിക്കുന്നതിന് മുൻപ് വികസനത്തിന്റെ ഗുണനിലവാരം കാണിക്കൂ. ജനങ്ങളുടെ പണം ചെലവഴിച്ചാൽ കണക്ക് പറയണം. ഈ കണക്കുകളൊന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞ കണക്കുമല്ല. കേന്ദ്ര റോഡ് ഗതാഗത ദേശീയ മന്ത്രാലയം പാർലമെന്റിൽ നൽകിയ വിവരമാണ്. അപ്പോൾ ഒരു ചോദ്യം, പുതിയതായി നിർമ്മിക്കുന്ന ദേശീയപാതകളും തകരുന്നുണ്ടെങ്കിൽ ഇതിനെ വെറും ഒറ്റപ്പെട്ട സാങ്കേതിക പിഴവുകളായി പറഞ്ഞ് അവസാനിപ്പിക്കാമോ? ഇനി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, പശ്ചിമ ബംഗാളിൽ ദേശീയപാത 19ന്റെ ഒരു ഭാഗത്ത് സംരക്ഷണ ഭിത്തി തകർന്നു. അവിടെ പാത ഉപയോഗിക്കുന്നതിനുള്ള ഫീസ് പോലും താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. 2 പ്രധാന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഒഡീഷയിൽ ദേശീയപാത 16ലെ പാലവുമായി ബന്ധപ്പെട്ട് തെറ്റായ രൂപകൽപ്പന രേഖപ്പെടുത്തി. പാലത്തിന്റെ ഭാഗം തകർന്നു, വീതിയേറിയ വിള്ളലുകൾ കണ്ടെത്തി. നിർമ്മാണ കമ്പനിക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ പിഴ ചുമത്തി. സ്വതന്ത്ര മേൽനോട്ട സ്ഥാപനത്തിനെതിരെയും പിഴ. രൂപകൽപ്പന തയ്യാറാക്കിയ ഉപദേഷ്ടാവിനെ 1 വർഷത്തേക്ക് വിലക്കി. പുനർനിർമ്മാണത്തിനുള്ള ചെലവ് കരാറുകാരിൽ നിന്ന് ഈടാക്കാനും തീരുമാനിച്ചു. അസമിൽ 6 വരിപ്പാത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു. ഒരു മനുഷ്യൻ മരിച്ചു. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല.
ഇവിടെയാണ് നമ്മൾ ഒരു അടിസ്ഥാന ചോദ്യം ചോദിക്കേണ്ടത്. റോഡ് നിർമ്മാണത്തിന്റെ വേഗത കൂട്ടുന്നത് മാത്രമാണോ വികസനം, അതോ നിർമ്മിച്ച റോഡും പാലവും സുരക്ഷിതമായി നിലനിൽക്കുന്നതാണോ വികസനം? കേന്ദ്ര സർക്കാർ പറയുന്നത് ദേശീയപാത നിർമ്മാണം റെക്കോർഡ് വേഗത്തിലാണെന്നാണ്. രാജ്യത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ ദേശീയപാതകൾ നിർമ്മിക്കുന്നു. ഇപ്പോൾ രാജ്യത്ത് ഏകദേശം 27,597 കിലോമീറ്റർ വരുന്ന 1,231 ദേശീയപാത പദ്ധതികൾ നിർമ്മാണത്തിലാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവയുടെ ആകെ ചിലവ് ഏകദേശം 7.72 ലക്ഷം കോടി രൂപ. ഇത്രയും വലിയ തുകയാണ് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിനായി ചിലവഴിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ഇതാണ്, ഇത്രയും വലിയ തുക ചിലവഴിക്കുന്ന പദ്ധതികൾക്ക് അത്ര തന്നെ ശക്തമായ ഗുണനിലവാര പരിശോധനയുണ്ടോ? കാരണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ദേശീയപാത തകരുമ്പോൾ അത് ഭരണ സംവിധാനത്തിന്റെ ഗുണനിലവാരത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇനി കേന്ദ്ര സർക്കാരിന്റെ തന്നെ മറ്റൊരു അവകാശവാദം, ദേശീയപാതകളിൽ രൂപകൽപ്പന മുതൽ നിർമ്മാണം വരെ, നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപും ഉപയോഗിക്കുന്ന കാലത്തും സുരക്ഷാ പരിശോധന നിർബന്ധമാണെന്ന് സർക്കാർ പറയുന്നു. അത് ശരിയാണെങ്കിൽ പുതിയ ദേശീയപാതകളിൽ ഇത്രയും തകർച്ചകൾ എങ്ങനെ സംഭവിക്കുന്നു? പരിശോധന നടന്നില്ലേ? നടന്നെങ്കിൽ എന്താണ് കണ്ടെത്തിയത്? കണ്ടെത്തിയെങ്കിൽ നടപടി എന്തുകൊണ്ട് നേരത്തെ ഉണ്ടായില്ല? ഇനി റോഡിലെ കുഴികളിലേക്ക് വരാം. ഇന്ത്യയിൽ കുഴികൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളുടെയും മരണങ്ങളുടെയും കണക്കും ആശങ്കപ്പെടുത്തുന്നതാണ്. 2020 മുതൽ 2024 വരെ 9,438 പേരാണ് കുഴികളുമായി ബന്ധപ്പെട്ട അപകടത്തിൽ മരിച്ചതെന്ന് കേന്ദ്ര സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2020 1,555 മരണങ്ങൾ, 2024 അത് 2,385 ആയി. 5 വർഷത്തിനിടെ മരണസംഖ്യയിൽ ഏകദേശം 53% വർദ്ധിച്ചിരിക്കുന്നത്. റോഡ് സുരക്ഷയെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾ നടത്തുന്ന കേന്ദ്ര സർക്കാരിന് ഈ കണക്കുകൾ അവഗണിക്കാൻ കഴിയില്ല. കാരണം സർക്കാർ തന്നെ പറയുന്നത് റോഡ് സുരക്ഷയ്ക്ക് രൂപകൽപ്പന മുതൽ നിർമ്മാണവും പരിപാലനവും വരെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നിലവാരമില്ലാത്ത റോഡുകളും കുഴികളും അപകടങ്ങളും മരണങ്ങളും കുറയാത്തത് എന്തുകൊണ്ട്? ഇവിടെയാണ് രാഷ്ട്രീയ ചോദ്യം. ഒരു സർക്കാർ റോഡ് പണിതാൽ അതിന്റെ ഉദ്ഘാടനം നടത്തും, പത്രങ്ങളിൽ പരസ്യം വരും, ചിത്രങ്ങൾ വരും, വികസനത്തിന്റെ കണക്കുകൾ വരും. പക്ഷേ റോഡ് തകർന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ആരുടേത്? കരാറുകാരന്റേതോ, രൂപകൽപ്പന തയ്യാറാക്കിയവരുടേതോ, മേൽനോട്ടം നടത്തിയവരുടേതോ, ദേശീയപാത അതോറിറ്റിയുടേതോ, മന്ത്രാലയത്തിന്റേതോ? ഇവരിൽ ഒരാളുടെ മാത്രമാണോ, അല്ലെങ്കിൽ മുഴുവൻ സംവിധാനത്തിന്റെയും ഉത്തരവാദിത്വമാണോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തകർച്ച സംഭവിച്ച ശേഷം ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നത് മാത്രം മതിയോ? 11 ഉദ്യോഗസ്ഥരെ പുറത്താക്കി, മറ്റൊരു 11 പേർക്കെതിരെ നടപടിയും എടുത്തു. ശരി, നടപടി വേണം. പക്ഷേ ജനങ്ങൾക്ക് അറിയേണ്ടത് മറ്റൊന്നാണ്. അവർ പിരിച്ചുവിടപ്പെടുന്നതിന് മുൻപ് ഈ പിഴവുകൾ ആരും കണ്ടെത്തിയില്ലേ? ഒരു ദേശീയപാതയുടെ രൂപകൽപ്പന, മണ്ണിന്റെ പരിശോധന, നിർമ്മാണ സാമഗ്രികളുടെ പരിശോധന, സംരക്ഷണ സംവിധാനങ്ങൾ, മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം, പാലത്തിന്റെ ഘടന, ഭാരപരിധി, ഇവയൊക്കെ പരിശോധിക്കാൻ രാജ്യത്ത് സംവിധാനങ്ങളുണ്ട്. എന്നിട്ടും പണി കഴിഞ്ഞ് റോഡ് തകരുമ്പോഴാണോ സംവിധാനത്തിന് കണ്ണു തുറക്കുന്നത്? ഇതാണ് ചോദ്യം. ഇനി വരാം കേരളത്തിലേക്ക്. കാരണം രാജ്യത്തിന്റെ ഈ വലിയ ചർച്ചയുടെ ഏറ്റവും ശക്തമായ ഉദാഹരണങ്ങളിലൊന്ന് കേരളത്തിലെ ദേശീയപാത 66 ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 66 സംസ്ഥാനത്തിന്റെ ഗതാഗത രംഗത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതി. പക്ഷേ പണി നടക്കുന്നതിനിടയിലും പണി പൂർത്തിയാക്കിയ ഭാഗങ്ങളിലും തകർച്ചകൾ, വിള്ളലുകൾ, മണ്ണിടിച്ചിൽ, സംരക്ഷണ ഭിത്തികളുടെ തകർച്ച, ഇവയെല്ലാം കേരളത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു. 2025 മെയ് 19 മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ നിർമ്മാണത്തിലിരുന്ന ഭാഗത്ത് വലിയ തകർച്ച സംഭവിച്ചു. സംരക്ഷണ ഭിത്തിയുടെ ഭാഗം തകർന്നു. സർവീസ് റോഡിനും കേടുപാടുകൾ സംഭവിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. തുടർന്ന് വിദഗ്ധ പരിശോധന, സംഭവത്തെക്കുറിച്ച് കേന്ദ്രതല അന്വേഷണം, കരാറുകാരനെതിരെ നടപടി, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ പണി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ദേശീയപാതയുടെ ഒരു ഭാഗം തകർന്നാൽ ആ നിർമ്മാണത്തിന്റെ ഗുണനിലവാരം ആരാണ് ഉറപ്പാക്കിയത്? അതിനുശേഷം കാസർഗോഡ് ചെർക്കള ദേശീയപാതയുടെ സംരക്ഷണ സംവിധാനം തകർന്നു. ഇവിടെ ദേശീയപാത അതോറിറ്റി തന്നെ തെറ്റായ രൂപകൽപ്പന, മതിയായ ചരിവ് സംരക്ഷണമില്ലായ്മ, മോശം നീർവാർച്ചാ സംവിധാനം തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇതാണോ പുതിയ ഇന്ത്യയുടെ വികസനം? ജനങ്ങളുടെ സുരക്ഷ പണയം വെച്ചാൽ മറുപടി പറയുക തന്നെ വേണം.